ഒരു ചിറക് വരച്ചു. അപ്പൊ ഇത് നമ്മുടെ ഈ വശത്തുള്ള ചിറകാണ്. ഇതുപോലെ ഒരു ചിറക് അപ്പുറത്തുണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് ഭാഗമേ കാണുള്ളൂ. ഇതുപോലെയുള്ള അപ്പുറത്തുള്ള ചിറകിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇവിടെ കുറച്ച് ഭാഗങ്ങൾ, ഇതുപോലത്തെ ട്രയാങ്കിള് ഇവിടെ ഉണ്ടാകും. അപ്പൊ അത് വരയ്ക്കാം. ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കും. അപ്പുറത്തുള്ളതാണ്, അപ്പുറത്തെ ചിറകാണിത്. അവിടെ ഇനി ഈ മടക്കി വെച്ച് സി പോലത്തെ ഭാഗം അതും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് ഭാഗം. അപ്പൊ അങ്ങനെ ആ ഭാഗമൊക്കെ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു ഇത് വരച്ചിട്ടുണ്ട്, എന്തോ അതിന്റെ വാല്. ഈ വാലിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചിറകിന്റെ ഇവിടെ നമ്മൾ വരച്ച ഓവൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ എഗ് ഷേപ്പ്, ഇങ്ങനെ വരുന്ന ഈ ഷേപ്പിനെ കറക്റ്റ് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക, ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ഇങ്ങനെ. അതുപോലെ ഈ പോകുന്ന ഈ ഓവലിന്റെ ഈ സൈഡത്തെ ഭാഗത്തിന് ഇങ്ങനെ ഇവിടെ കൊണ്ടുവരിക. അത് ഈ നമ്മൾ വെച്ച റെക്ടാങ്കിളിന്റെ ഈ തുടക്കത്തിൽ ഈ പശുവിന്റെ ശരീരത്തിൽ ചേരുന്ന ഈ ഭാഗത്ത് അതിന് നല്ല വീതിയുണ്ട്. പിന്നെ അത് താഴേക്ക് പോകുമ്പോഴാണ് അതിനിങ്ങനെ വീതി കുറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗത്തും അതിന് കുറച്ച് എന്ത് കൊടുത്തത്, തിക്നെസ് കൊടുത്തു. എന്നിട്ട് അതിന് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇങ്ങനെ മതി. ഇനി ഇവിടെ ഇത് ഒറ്റ ബോക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ വരയ്ക്കാൻ, ചെറുതിന് രണ്ട് തൂവലൊക്കെ ഉള്ള പോലെ കാണിക്കണമെങ്കിൽ രണ്ട് ഇങ്ങനെയൊക്കെ വരാം. ഇതിന്റെ അറ്റ ഇങ്ങനെ ഇങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തെ സൈഡില് ഇങ്ങനെ വന്നിട്ട് അതിന് ഇങ്ങനെയാണ്. അപ്പൊ ആ ബോക്സിന് നമ്മൾ എന്ത് ചെയ്തു, രണ്ട് അതിന്റെ വാലിന്റെ രണ്ട് കഷ്ണങ്ങൾ പോലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരും. ഇനി നമ്മൾ ഇതില് കുറെ ഭാഗങ്ങൾ നമുക്ക് ഇറേസ് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം വരച്ച ഓവല്, ഹെഡിന്റെ അവിടുത്തെ റൗണ്ട്, വാലിന്റെ അവിടുത്തെ ബോക്സ്, അവിടെയൊക്കെ നമ്മൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ എക്സ്ട്രാ ബാലൻസ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ ഇറേസ് ചെയ്ത്. അപ്പൊ ഇത് ഈ ലൈന് നമുക്ക് ആവശ്യമില്ല, ഈ ഹെഡിന്റെ റൗണ്ട്. കാരണം നമ്മൾ കഴുത്ത് വരച്ചു, അപ്പൊ വരച്ച് കഴിഞ്ഞപ്പോൾ ഈ റൗണ്ട് പിന്നെ നമുക്ക് വേണ്ട. അപ്പൊ എന്ത് ചെയ്യാം, ഈ ലൈനിനെ ഇവിടുന്ന് ഇറേസ് ചെയ്ത് അതിന് കുറഞ്ഞു. പിന്നെ ഈ ലൈൻ ഇവിടെ ഈ ഓവൽ പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു, ആ ഭാഗവും നമുക്ക് വേണ്ട. സ്റ്റാർട്ടിങ്ങിൽ വേണമായിരുന്നു, ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഇത്രയും ഭാഗം വരെ. അപ്പൊ ആ ഭാഗം എന്ത് ചെയ്യാം, ഇറേസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഈ
ട്രയാങ്കിൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചപ്പോ ഇവിടെ ഒരു ബോർഡർ പോലെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, മായ്ക്കുക. അതിനത് ഒരൊറ്റ ചിറകാണ്, അവിടെ പിന്നെ ഒരു ലൈനിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഈ വാലിന്റെ ഇവിടെ ഇതൊന്നും നമ്മുടെ ഫസ്റ്റ് വരച്ച ഓവലിന്റെ ലൈനുകളാണ്. ആ ഭാഗം എന്ത് ചെയ്യുക, ഇങ്ങനെ അത് നമുക്കിനി വേണ്ട. പിന്നെ ഇവിടെ നമ്മൾ ഈ ചിറകിനെ ബോക്സിനെ ഒന്ന് വാല് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അറ്റൊക്കെ ഇങ്ങനെ കർവാക്കി വരച്ചു. അപ്പൊ അതില് ആ ബോക്സിന്റെ ഫസ്റ്റ് വരച്ചുള്ള ലൈനുകൾ നമ്മൾ മായ്ച്ചു കളയും. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ കൊക്ക് വരക്കാനുണ്ട്, കണ്ണ് വരക്കാനുണ്ട്, കാല് വരക്കാൻ. അപ്പൊ ഇവിടെ ഇതിന്റെ ഹെഡ്, ഇവിടെ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കൊക്ക് രണ്ട് ഭാഗം ഉണ്ടാവും. മേലെ ഒരു കൊക്ക് ഉണ്ടാവും, താഴെ ഒരു കൊക്ക് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും, പാട്ട് പാടാനൊക്കെ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ എന്ത് ചെയ്യുക, പകുതിയിൽ ഇങ്ങനെ ഒരു ലൈൻ, പിന്നെ ബാക്കി പകുതിയിൽ വേറെ ട്രയാങ്കിൾ വരും. വായോ ക്ലോസ് ആണെങ്കിൽ നമ്മൾ ആദ്യം വെച്ച ട്രയാങ്കിളിന് സെന്ററിൽ ഒരു ലൈൻ വരച്ചാൽ മതി. അപ്പൊ അതിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് തോന്നും. ഇതിപ്പം ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ താഴെ എന്ത് ചെയ്യുക, വേറൊരു ട്രയാങ്കിൾ കൂടെ വരയ്ക്കും. ഇനി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെഡില് ആ കൊക്കിനെ ഒട്ടിച്ച് വെച്ച പോലെ തോന്നും. അപ്പൊ അതങ്ങനെ അല്ല, നല്ല ബലത്തിൽ അവിടെ ഇരിക്കാൻ തോന്നാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ കൊക്കിന്റെ ഫ്രണ്ടിലേക്ക് വരച്ച ട്രയാങ്കിൾ പോലെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ പുറകിലേക്ക് വരും. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പുറകിലേക്കും വരും. അപ്പോൾ നമുക്കതിങ്ങനെ അതിന്റെ ഹെഡിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് കൊക്ക്. നമ്മള് പല്ലൊക്കെ ഇല്ലേ, നമ്മുടെ പല്ല് പിന്നെ അതിനകത്തുനിന്ന് വന്നതുപോലെ തോന്നുന്നത് ഇങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. ബലത്തിൽ അവിടെ നിൽക്കുക എന്നല്ലാണ്ട് അവിടെ ഒപ്പിച്ച് വെച്ച പോലെ നല്ലതെന്ന് തോന്നാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് ഒരു കൊക്ക് വരച്ചു. ഈ കൊക്കില് എന്തുണ്ടാവും, ഒരു ഇങ്ങനെ മൂക്ക്, പക്ഷികളുടെ മൂക്ക് ആ കൊക്കിന്റെ മേലെ ഒരു ഹോള് പോലെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊക്കിന്റെ ഉൾഭാഗം കാണണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ലൈന് വരച്ചു. ഇനി ഇതിന് കണ്ണ് വരയ്ക്കാം. കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഈ കൊക്കിന്റെ ഇവിടെ ട്രയാങ്കിൾ പോലെ വരച്ചിട്ട് തൊട്ട് പുറകിലായിട്ട് ഒരു റൗണ്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചു. റൗണ്ടിനകത്ത് വേറെ റൗണ്ട് വരും. അപ്പൊ അതിനകത്ത് വേറെ റൗണ്ട് വരച്ചു. അതിനകത്ത് വേറെ റൗണ്ട്, 3 റൗണ്ട്. എന്നിട്ട് ഏറ്റവും അകത്ത് വരച്ച റൗണ്ടിന് എന്ത് ചെയ്യുക, ഇങ്ങനെ കളർ. ഈ ആദ്യം വരച്ച റൗണ്ടിന്റെ മേൽഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഡാർക്ക്,
ഇനി കാല് വരെ. കാല് എവിടെയാണ് നമ്മുടെ ഈ ഓവൽ ഷേപ്പ് ഉണ്ടായിരുന്നു അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരെ കാല് വരയ്ക്കുമ്പോൾ പശുവിന്റെ കാല് ഇങ്ങനെ ഒരു ഭാഗം. നിങ്ങൾ കോഴീന്റെ ഒക്കെ കാല് നമ്മള് കോഴീനെ ഒക്കെ മേടിക്കുമ്പോൾ അറിയാം, കോഴീന്റെ ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ കാലുണ്ട് നമ്മള് കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഭാഗം, തൂവലുണ്ടാവും അതിന്റെ മേലെ. അപ്പൊ അതുപോലെ പശുവിന്റെ കാലിന്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭാഗമാണ്, തൂവലൊക്കെയുള്ള അതിന്റെ ശരീരത്തോട് ജോയിന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഭാഗം. അതിന് ശേഷമുള്ള ഭാഗം നമ്മള് ഈ പട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിന്റെ യെല്ലോ കളർ ഒരു സ്റ്റെമ്മ പോലെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്ത് തൂവലൊക്കെ ഉള്ള ഒരു പകുതി ഭാഗം തൂവലൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗം അങ്ങനെയല്ല, രണ്ടാമത്തെ ഭാഗം ഒരു വടി പോലെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് മൂന്ന് വിരലുകൾ ഇങ്ങനെ ഫ്രണ്ടിലേക്കും ഒരു വിരല് പുറകിലേക്കുമായിട്ട് വിരലിൽ നഖമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പശുക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ചിറക് വരച്ചു, കാല് വരച്ചു. ഇതേപോലെ കാലം അപ്പുറത്തുണ്ട്, അപ്പുറത്തുള്ളതാണ് ഇത് നമ്മുടെ അടുത്തും മറ്റേത് അപ്പുറത്തും. അപ്പൊ ഈ നമ്മുടെ അടുത്തുള്ളത് പോലത്തെ വലിപ്പത്തിലും പിന്നെ ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് അപ്പുറത്തെ കാണില്ല. അപ്പുറത്തെ കുറച്ച് ചെറുതായിരിക്കും, അപ്പുറത്തായിരിക്കും. അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് ഭാഗം നമുക്ക് കാണുന്നില്ല. അപ്പൊ അപ്പുറത്തെ കാല് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറുതാക്കുകയായിരിക്കും, ഇങ്ങനെ ചെറുതായിട്ട്. ഇങ്ങനെ ചെറുതാക്കുക. നമ്മൾ ഈ ലൈന് ഞാൻ എന്ത് ചെയ്യാൻ, ഇവിടെ നമ്മള് വാല് വരച്ച ഭാഗമല്ലേ, നമ്മൾ ഇവിടുന്ന് കുറച്ച് ചെരിച്ച് വരയ്ക്കും. വാലിന് ഞാൻ ഇവിടുന്ന് റിലീസ് ചെയ്യാണ്. കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ചെരിച്ച് കഴിഞ്ഞാല് വാല് നമ്മൾ വരച്ചിട്ട് ഈ ശരീരത്തിന് നമ്മൾ ഇങ്ങനെ ആക്കി, ഓവലിൽ ഇങ്ങനെ ആക്കിയതിനു ശേഷം ഈ വാല് ഇങ്ങനെ വരും, ഇവിടെ ഈ ബോക്സ് ഇങ്ങനെ വരും. ഇങ്ങനെ വരച്ചാൽ കുറച്ചുകൂടെ നന്നാവും. അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഇതാണ് ഇവിടെ നമ്മൾ ഈ ബോക്സിന് ഇവിടെയുള്ള ഈ ബോക്സിനാണ് വാലാക്കുന്നത്. ആദ്യത്തെ വാല് നമ്മൾ എറേസ് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഈ ലൈന് ഇങ്ങനെ വന്നു പോയി ഇതിന്റെ അറ്റം ചെയ്യാം ഇങ്ങനെ ഷാർപ്പ്
അപ്പൊ ഇങ്ങനെ കിട്ടി. നമ്മൾ ആ ബേസിക് ഷേപ്പുകൾ വെച്ചിട്ട് ഒരു പക്ഷിന്റെ രൂപം വരച്ചിട്ടുണ്ട്. ഇനി അതിന് ഷെയ്ഡ് കൊടുക്കും. അത് എത്രയും ഭാഗം നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പറയാം. പക്ഷിക്കിരിക്കാൻ ഒരു മരക്കൊമ്പ്, മരത്തിന്റെ ഒരു കൊമ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ മരത്തിലൊക്കെ മരത്തിന്റെ കൊമ്പിനകത്ത് ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ട്. മരത്തിന്റെ തൊലി അടർന്നത്, ചെതല് വന്നത്, ഇങ്ങനെയൊക്കെ പാടുകളൊക്കെ ഉണ്ട്. അത് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ പറയും. അപ്പൊ നമുക്ക് ഷെയ്ഡിങ് എങ്ങനെയാന്ന് പറയാം. കഴിഞ്ഞ ഓക്കെ. അപ്പൊ ഇനി ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മള് ഫ്രൂട്ട്സ് ഷെയ്ഡ് ചെയ്തിരുന്നു. അപ്പൊ ഇത് ഉരുണ്ട വസ്തുക്കൾ നമ്മൾ ഫ്രൂട്ട്സ്, പിന്നെ എന്താ പറയാ, വസ്തുക്കൾ കാഷ്യൂവിന്റെ ഫ്രൂട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഉരുണ്ട വസ്തുക്കളൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പക്ഷി അങ്ങനെ ഉരുണ്ട ഒരു ഷേപ്പാണ്, ഉരുണ്ട വസ്തുവാണ്. അപ്പൊ ഇതിന് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് വെളിച്ചം തട്ടുന്ന, നന്നായി തട്ടുന്ന ഭാഗത്ത് ലൈറ്റ്, അല്ലാത്ത ഭാഗത്തേക്ക്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഫ്രൂട്ട്സിലൊക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ പക്ഷികളൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പക്ഷികൾക്ക് നിറം, അതിന്റെ തൂവലുകൾക്ക്, ചിറകിനൊരു നിറമായിരിക്കും, ചിലപ്പോൾ മറ്റേ സ്കിന്നിന് വേറെ നിറമായിരിക്കും. അപ്പൊ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ വാലിന് അറ്റത്ത് നിറമായിരിക്കും, പിന്നെ അങ്ങനെ നിറങ്ങളുണ്ടാവും. അപ്പൊ നിറങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഷെയ്ഡില് എന്ത് ചെയ്യണം, ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെ കൂട്ടിക്കുക. ഇപ്പൊ മഞ്ഞ നിറമുള്ള ഒരു പക്ഷിയാണ്, അതിന്റെ വാല് ബ്ലാക്ക് ആണെന്നില്ലേ. അപ്പൊ ഇവിടെ ലൈറ്റ് തട്ടുന്നുണ്ട്, ഇവിടെ ലൈറ്റ് തട്ടുമ്പോ, അപ്പൊ ഇവിടെ ലൈറ്റ് തട്ടുമ്പോൾ ഇവിടെ വെളിച്ചമായിരിക്കും ഉണ്ടാവുക. അതേപോലെ നമ്മൾ ഇവിടെയും വെളിച്ചം കൊടുക്കണം. പക്ഷെ ഇതിന്റെ കളർ മഞ്ഞയും ഇതിന്റെ കളർ ബ്ലാക്കും ആണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ബ്ലാക്ക് നല്ല ഡാർക്ക് ആയിട്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. ഈ കളർ എങ്ങനെയാ മനസ്സിലാവുക എന്ന് വെച്ചാൽ, നമ്മൾ പെൻസിൽ കൊണ്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. പക്ഷികൾക്ക് നിറമാണ് ഉണ്ടാവുക. അപ്പോ കിങ്ഫിഷറിനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അതിന്റെ മുതുകിലൊക്കെ നീല കളറാണ്, അതിന്റെ വയറിന്റെ ഭാഗത്ത് ഒരു ഓറഞ്ച് വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറാണ്.
അപ്പൊ നമ്മൾ വിചാരിക്കണം മുതുകിൽ നല്ല വെളിച്ചം തട്ടും, അതുകൊണ്ട് അവിടെ ലൈറ്റും വയറിന്റെ ഭാഗത്ത് വെളിച്ചം തട്ടുന്ന കുറവായിട്ടും ഒക്കെ ഇരുട്ടും കൊടുക്കാൻ പറ്റൂല, കാരണം അവിടെ അതിന്റെ നിറം. അപ്പൊ നമ്മളൊരു പെൻഡിന് ഫോട്ടോ എടുത്തിട്ട് അതിന് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങനെ ക്യാമറയില് ഫോണിലൊക്കെ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ പറ്റുന്ന സമയത്ത് നീല ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഫോട്ടോനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന സമയത്ത് ഒരു കിങ്ഫിഷറിനെ നമ്മൾ കളർ ഫോട്ടോനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന സമയത്ത് അതില് നീലയ്ക്ക് കറുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കറുപ്പാണെന്ന് തോന്നുന്ന കളറായിരിക്കും അതിന്റെ മുതുകിലൊക്കെ. നീല, റെഡ്, ബ്രൗണ്, പിന്നെ അങ്ങനത്തെ കളേഴ്സ് ഒക്കെ കറുപ്പാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കറുപ്പിന്റെ അടുത്ത് ഉള്ള കളേഴ്സ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നമ്മള് പശീനെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ചെയ്തത് എന്തായിരുന്നു, ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ വരച്ചു, അതിന് വെളിച്ചം തട്ടുന്നുണ്ട് ഈ ഭാഗത്ത് വെളിച്ചം തട്ടുന്ന കുറവായിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഈ സൈഡിൽ ഇരുട്ട്, ഈ ഭാഗത്ത് വെളിച്ചമാണ് കൊടുക്കുന്നത്. എന്നാൽ ബേർഡ്സിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കളറ് നോക്കണം എന്നാണ് പറഞ്ഞത്. ഫ്രൂട്ട്സിന് കളർ ഉണ്ടാവും, പക്ഷെ ബേർഡ്സിന് അങ്ങനെയല്ല. ബേർഡ്സിന് വ്യത്യസ്തമായ കളേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നീല ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഓറഞ്ച് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതിന്റെ മുതുകില് നീല കളറും ഈ ഭാഗത്ത് വൈറ്റും ആണെങ്കിൽ വെളിച്ചം ഇവിടുന്ന് വരുന്നു, ഇവിടെ നന്നായിട്ട് വെളിച്ചം തട്ടുന്നു. അപ്പൊ അവിടെ ലൈറ്റ് കളറ്, ഇവിടെ വെളിച്ചം കുറവാണ്, അപ്പൊ ഇവിടെ ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താല് ഈ ഭാഗത്ത് ഇതിന്റെ നീല കളറും ഭാഗത്ത് വൈറ്റും ആണെങ്കിൽ നീലയും വൈറ്റും നോക്കുമ്പോൾ ഡാർക്ക് കളർ എപ്പോഴും നീലയാണ്, വൈറ്റ് പറയുന്നത് ലൈറ്റ് കളറാണ്. അപ്പോൾ കിങ്ഫിഷറിനൊക്കെ നമ്മൾ വരയ്ക്കുന്നെങ്കിൽ ഷെയ്ഡ് കൊടുക്കുമ്പോൾ നീലക്ക് ഡാർക്കും വൈറ്റിന് ലൈറ്റും കൊടുക്കണം. അപ്പൊ ആ കളർ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പൊ കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ എങ്ങനെ മനസ്സിലാവുന്നത് വെച്ചാല്, നമ്മളൊരു കളർ ഫോട്ടോ എടുത്തിട്ട് അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കളറിനും ഓരോ വാല്യൂ ഉണ്ട്. നീലയും ചുവപ്പും ബ്രൗണൊക്കെ കറുപ്പിന്റെ അടുത്തേക്ക് നിൽക്കുന്ന കളേഴ്സാണ്, കറുപ്പാണെന്ന് തോന്നിപ്പോകുന്ന കളേഴ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ. എന്നാൽ മഞ്ഞ, വൈറ്റ്, അതുപോലെ ലൈറ്റ് ബ്ലൂ ഒക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ അത് വൈറ്റ് ആണെന്ന് തോന്നുന്നാൽ വൈറ്റിന്റെ അടുത്തേക്ക് നിൽക്കുന്ന കളേഴ്സാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാൻ. അതിന്റെ കളേഴ്സ് നോക്കിയിട്ട് തന്നെയാണ് ഷെയ്ഡ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളിപ്പം പശുവിന്റെ കളർ ഏതാണെന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ ഷെയ്ഡ് കൊടുത്താൽ മതി. പക്ഷെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പശുവിന്റെ കളേഴ്സ്. പശുവും മൃഗങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കും. അപ്പൊ ഒരുവിധം പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഈ ഭാഗത്ത് വൈറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ശരിക്കും വെളിച്ചം വരുമ്പോൾ എന്തായാലും മേൽഭാഗത്ത് വെളിച്ചം തട്ടും, അടിഭാഗത്ത് ഇരിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഇവിടെ ഇരുട്ട് കൊടുക്കരുത്. ഒരുവിധം പക്ഷികളുടെയും അതുപോലെ മൃഗങ്ങളുടെയൊക്കെ ഈ ഭാഗത്ത് അധികം വൈറ്റ് കളറാണ് ഉണ്ടാവുക. വൈറ്റിനോട് ചേർത്ത് മാന്, അണ്ണാർക്കണ്ണൻ ഒക്കെ നിങ്ങളൊക്കെ അറിയാം. ഈ ഭാഗത്ത് കരടിയൊക്കെ ഈ ഭാഗത്ത് വൈറ്റ് പോലെയുള്ള കളേഴ്സാണ് ഉണ്ടാവുക. കരടിക്കൊക്കെ ഇവിടെയൊക്കെ നല്ല കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ കളർ സ്കിൻ ഉണ്ടാവും. എന്നാൽ ഈ ഭാഗത്ത് വരുമ്പോൾ വൈറ്റാണ്. അപ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈ മൃഗങ്ങളെ പശുവിനെയൊക്കെ ഷെയ്ഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് പോവുക. മേലത്തെ കൊക്ക് താഴത്തെ കൊക്ക്, ഇവിടെ വെളിച്ചം തട്ടും, ഇവിടെ വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ വെളിച്ചം കുറവുള്ള ഭാഗം ചെയ്യുക, ഇരുട്ടാണ്. ഉൾഭാഗത്ത് ഇരുട്ടാക്കുക, കാരണം വായൻ്റെ ഉൾഭാഗമാണ്. നമ്മുടെ കൊക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ പശുവിൻ്റെ ചുവന്ന അല്ലെങ്കിൽ നമ്മൾ ഇരുട്ടായിരിക്കും അവിടെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഇരുട്ടാക്കുക. പിന്നെ ചിറകിൽ നിഴല് ഇരുട്ട് വരുന്ന ഭാഗമാണ്. ഈ ചിറക് ഇങ്ങനെ വെച്ചുകൊണ്ട് ചിറകിൻ്റെ തൊട്ട് താഴെയുള്ള ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് ഇരുട്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല അമർത്തിയിട്ട് ഇരുട്ട് നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കും. പിന്നെ ചിറകിൽ എന്ത് ചെയ്യാം, പിന്നെ ഈ ഭാഗത്ത് അടിഭാഗത്ത് ഇരുട്ട് മുകളിലേക്ക് ഇങ്ങനെ
വെളിച്ചാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത്. പിന്നെ ചിറക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ തൂവലുകൾ ഇവിടുന്ന് ഇങ്ങനെ തൂവൽ നമ്മള് വിരലുകളില്ലേ, 5 വിരല് കണക്കുള്ളത് പോലെ പശുവിന്റെ ഈ ചിറകിന് ഇതായിട്ട് ഇങ്ങനെ തൂവലുകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് നമ്മള് ഓരോ പക്ഷിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏത് പക്ഷിയാണ് നോക്കിയിട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ചെയ്യാം. ഇനി ഇത് ഈ ചിറക് ഇത് അപ്പുറത്തെ ചിറകാണ്. അപ്പൊ അപ്പുറത്തെ ചിറകിന് നല്ല ഇരുട്ട് നമ്മൾ കാണും. ഇങ്ങനെ ഇരുട്ട് വരും. കാരണം അത് അപ്പുറത്തുള്ളതാണ്, അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് വെളിച്ചുണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുട്ടാണ്. പിന്നെ ഈ ചിറകിന്റെ 2 ചിറകുകളുടെയും നിഴലുള്ളത് കൊണ്ട് ഈ വാലിന്റെ ഈ സ്റ്റാർട്ടിങ് ഭാഗത്ത് എന്ത് ചെയ്യും, നമ്മള് ഇരുട്ട് കൊടുക്കും. പിന്നെ ഇങ്ങനെ ഇരുട്ട് ഈ ചിറകിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇരുട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ താഴ്ഭാഗത്ത് അതിനേക്കാൾ വെളിച്ചം തട്ടുന്ന കുറവാന്ന് പറഞ്ഞിട്ട് ചിലപ്പം എന്ത് ചെയ്യാൻ പാടില്ല, ഡാർക്ക് കളർ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് ഈ ശരീരത്തിന്റെ അടിഭാഗത്തുള്ള ഈ വൈറ്റോ ബ്രൗണോ ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചിട്ട് പക്ഷിനെ ശ്രദ്ധിച്ചിട്ട് വേണം ആ കളർ കൊടുക്കാനായിട്ട്. ചിലപ്പോൾ അതിൻ്റെ ഈ സ്കിന്നിന്റെ ഈ ഭാഗത്തുള്ള കളേഴ്സ് തന്നെ ആയിരിക്കും വാലിന്റെ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം അവിടെ ഡാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് ലൈറ്റ് കളർ കൊടുക്കും. പിന്നെ ഈ ഫസ്റ്റത്തെ കാലുണ്ട്, അപ്പുറത്തെ കാലുണ്ട്. അപ്പൊ അപ്പുറത്തെ കാലിനായിരിക്കും ഇരുട്ട്, കാരണം അത് അപ്പുറത്താണ്. ആ ഭാഗത്ത് വെളിച്ചം തട്ടുന്നത് എൻ്റെ ശരീരത്തിന്റെ നിഴലൊക്കെ കാരണം വെളിച്ചം തട്ടുന്നത് കുറവായിരിക്കും. ഇവിടെ വെളിച്ചം കുറച്ചുകൂടെ അധികം തട്ടും. പിന്നെ ഇതിൻ്റെ ഈ ശരീരത്തിന്റെ ഈ ഭാഗം തൊക്ക് നമ്മൾ വരച്ചു. ഹെഡിന്റെ മുകൾ ഭാഗത്ത് വെളിച്ചം തട്ടും, ഈ ഭാഗത്ത് കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഹെഡിന്റെ പുറമെ ഇങ്ങനെ ഷെയ്ഡ് അങ്ങോട്ടേക്ക് കൊടുക്കും. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞ് അങ്ങോട്ടേക്ക്, അല്ല ഇവിടുന്ന് ഇങ്ങനെ ഷെയ്ഡ് എന്ത് ചെയ്യണം, മേലേക്ക് പോകുമ്പോഴിങ്ങനെ കുറയുന്നത് പോലെ പെൻസിലിനെ നമ്മളിങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങോട്ടേക്ക് അധികം അമർത്താണ്ട് പെൻസിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ നമുക്കവിടെ ലൈറ്റായിട്ട് കളറായി. ഇവിടെ ഈ പക്ഷിക്കൊരു ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഷെയ്ഡ് കൊടുക്കും. നിങ്ങൾ തത്തേനൊക്കെ വരയ്ക്കുന്ന സമയത്ത് അവിടെ ഷെയ്ഡ് കൊണ്ട് ആ ഒരു റെഡ് കൊടുത്താൽ മതി. അവിടെ അല്ലാണ്ട് ഇങ്ങനെ വരയൊന്നും വരയ്ക്കണ്ട. വര വരച്ചാൽ നമ്മൾ പട്ടിയൊക്കെ ബെൽറ്റ് ഇട്ടതുപോലെ ബെൽറ്റാണ് തോന്നുന്നത്. തൂവലിന്റെ കളർ വ്യത്യാസമാണ്. ഇവിടെയുള്ള തൂവലും ഇവിടെയുള്ള തൂവലും തമ്മിലുള്ള കളർ വ്യത്യാസമാണ്. അപ്പോൾ ഷെയ്ഡ് തന്നെ അതിങ്ങനെ ഡാർക്ക് കൂട്ടും പുറത്തും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരുത്താൻ പറ്റും.
മരക്കമ്പിന്റെ അടിഭാഗത്ത് വെളിച്ചം കുറഞ്ഞ് തട്ടുന്ന ഭാഗത്ത് തിരിച്ച് വെളിച്ചം തട്ടുന്ന ഭാഗത്ത്. പിന്നെ ഈ പക്ഷി നിൽക്കുന്നതുകൊണ്ട് നിഴലുണ്ടെങ്കിൽ ആ ഭാഗത്ത് വിട്ടായി. പക്ഷിന്റെ നിഴലുണ്ടെങ്കിൽ ആ പക്ഷി നിൽക്കുന്ന ഒരു ഭാഗത്ത് ഇരുട്ട് കൊടുക്കും. അത് നിഴലാണ് പക്ഷി. ഫിനിഷായാലും പറയും. ഓക്കെ, കഴിഞ്ഞു. ശരി, അപ്പോ ഇനി മൺഡേ അല്ല നിങ്ങൾക്ക് നാളെ 4 o'clock ക്ലാസ്. അപ്പൊ നാളെ കാണാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ വേറെ? ശരി 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 ശരി. അപ്പൊ ശരി, ബൈ. Bye.